ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ രാവിലെയാണ്. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ എന്തുകൊണ്ട് ഏതെങ്കിലും ന്യൂ പ്ലേസ് എക്സ്പ്ലോർ ചെയ്തുകൂടാന്ന് തോന്നിയേ. അങ്ങനെ ഇരുന്നപ്പോൾ കണ്ടുപിടിച്ച സ്ഥലത്തിലോട്ടാണ് ഇന്ന് നമ്മുടെ യാത്ര. സോ ലെറ്റ്സ് ബിഗിൻ അവർ ജേർണി ടുഡേ. ഇത് കണ്ടപ്പോൾ തന്നെ മിക്കവർക്കും മനസ്സിലായി കാണും, തിരുവനന്തപുരത്തിലെ നെയ്യാറിലുള്ള കോട്ടൂർ എലിഫൻറ്റ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ. നമ്മൾ സൺഡേ രാവിലെ 8 മണിക്കാണ് കോട്ടൂർ എത്തിയത്. കോട്ടൂർ എത്തിയപ്പോൾ തന്നെ നടന്നു തുടങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതെ, ആനയെ കുളിപ്പിക്കുകയാണ്. നല്ല പോലെ ഉരച്ച് തേച്ച് തന്നെയാണ് കുളിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് നമ്മൾ കാണുന്നത്, അവിടെ ഒരു 4-5 ആനകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ അവരെ വാക്കിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുവാണ് ഇങ്ങനെ രാവിലെ. എല്ലാ ദിവസവും രാവിലെ അവരെ വാക്കിങ്ങിനുണ്ട്, ബാത്തിങ്ങിന് കൊണ്ടുപോകും. അങ്ങനെ അവരുടേതായ ചിട്ടകളാണ് ഇവർ ജീവിക്കുന്നത്. ഇവരെ നടത്തിക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദി സ്മോളർ വൺസ്, ഇവരിങ്ങനെ ലൈനായിട്ട് നിൽക്കും. എന്നിട്ട് സ്മോൾ, പിന്നെ അതിന് വലുത്, അതിനും വലുത്, ഏറ്റവും വലുത്. സോ ഇവർ ഈ ഒരു പാറ്റേണിലാണ് ഡെയിലി നടക്കാൻ കൊണ്ടുപോകുന്നത്. ഇത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അവർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, അവർ പറയുമ്പോൾ നിൽക്കുന്നുണ്ട്. വളരെ നല്ല പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ്. ബേസിക്കലി കോട്ടൂർ ഈസ് സിറ്റുവേറ്റഡ് നെയ്യാറിൻ്റെ സൈഡിലാണ്. സോ അവിടെ അത്യാവശ്യം നല്ല തണലൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ പോയത് ഈ ഏപ്രിൽ മെയ് ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് നമ്മളതൊന്നും മൈൻഡ് ആക്കിയില്ല. പിന്നെയും ആനകളെ കാണുമ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീണ്ടും കണ്ട് കണ്ട് നിന്നു. തൊട്ടിപ്പുറത്ത് തന്നെ ബോട്ടിങ്ങിന് പോകാനുള്ള ഏരിയ ഉണ്ട്. സോ നെയ്യാർ ഡാമിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ബോട്ടിങ്ങിന് പോവാം. എന്നിട്ട് വീണ്ടും നമ്മൾ അവനിൽ തന്നെ ലാസ്റ്റ് എത്തി. അവന് കുളിക്കുന്നത് കാണാം. നല്ല പോലെ ഉരച്ച് തേച്ച് കുറച്ചധികം ടൈം എടുത്ത് തന്നെ ഒരു 1 hour മിനിമം എടുത്തിട്ടുണ്ടാവും ഇവൻ്റെ കുളി. അവനിങ്ങനെ വെള്ളത്തിലിരുന്ന് കളിക്കുന്നുണ്ട്, പാപ്പാമാർ പറയുന്നത് കേൾക്കുന്നുണ്ട്. സോ പേഴ്സണലി ഞാൻ ആനകളെ കാണുമ്പോൾ എക്സൈറ്റഡ് ആവുന്ന ഒരു പേഴ്സണാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡും ആയിരുന്നു, ഹാപ്പിയും ആയിരുന്നു. അങ്ങനെ വീണ്ടും അവൻ്റെ പൊസിഷനൊക്കെ തിരിഞ്ഞ് കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദേ വരുന്ന അടുത്തയാൾ. വീണ്ടും ഈ പുള്ളിക്കാരി കുളിക്കാൻ തന്നെ ഇറങ്ങിയതാണ്. സോ ഓരോ സ്റ്റെപ്സും വളരെ പതുക്കെ 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 വെച്ച് പുള്ളിക്കാരി വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ്. ഇതേപോലെ അറ്റ് ദ സെയിം ടൈം ബാക്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ആനകൾ ഇതേ പാറ്റേണിൽ ഇറങ്ങുന്നുണ്ട് കുളിക്കാനായിട്ട്. ബിക്കോസ് ഇവർക്ക് ഡെയിലി 2 times ബാത്തിങ് ഇസ് എ കമ്പൾസറി ആക്ടിവിറ്റി. സോ രാവിലെയും കുളിപ്പിക്കും, വൈകിട്ട് 4 മണിക്കും കുളിപ്പിക്കും. അങ്ങനെ ദേ പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് കുളിയാണ് ഇപ്പോൾ കാണുന്നത്. വെള്ളത്തിൽ അങ്ങനെ കളിച്ച് കളിച്ച് എൻജോയ് ചെയ്ത് കുളി. ഇത് കഴിഞ്ഞിട്ട് ഇവർ നെക്സ്റ്റ് കൊണ്ടുപോകുന്നത് വന്നിട്ട് ഫീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ ഇവർക്ക് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാനില്ല. രാവിലെ വാക്കിംഗ്, ബാത്തിങ്, ഫുഡിങ് ആൻഡ് ദെയർ ഓൺ ടൈം എൻജോയിങ് ലൈക്ക് ദെയർ സ്ലീപ്പ് ഓർ എനി അതർ ആക്ടിവിറ്റീസ്. ഈ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ അവിടെ വെറ്റിനറി ഡോക്ടേഴ്സ് വന്ന് അപ്പം തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ബോഡി എന്തൊക്കെയാണ്, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, ലൈക്ക് അവർക്ക് ഓക്കെ ആണോ എന്നുള്ളത്. ഈ പെർട്ടിക്കുലർ എലിഫൻറ്റ് വന്നിട്ട് ബോംബെ സർക്കസിൽ നിന്ന് ഇവർക്ക് കിട്ടിയതാണ്. അത് അവിടുത്തെ ഒരു ചേച്ചി തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു. സോ ഇത് കുറച്ചധികം കാലമായിട്ടുണ്ട് അവിടെ എത്തിയിട്ട്. എനിക്ക് തോന്നുന്നു 5 or 6 years ആയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ബോംബെ സർക്കസിൽ നിന്ന് വന്നതാണ്. ബേസിക്കലി കോട്ടൂരിലെ എലിഫൻസ് ഒക്കെ ഒന്നിൽ കുയിൽ വീണ് കിട്ടിയതോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ആനകളോ ആണ്. ഇവർ തിരിച്ച് ഫോറസ്റ്റിലോട്ട് വിടത്തില്ല, ബിക്കോസ് ഇവർക്ക് ഹ്യൂമൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് ബാക്കിയുള്ള എലിഫൻസ് അടുപ്പിക്കില്ല. അതുകൊണ്ട് ഇവർ തന്നെ ട്രീറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഓരോ എലിഫൻസ് കുളി കഴിഞ്ഞിട്ട് വരുന്നു, ഫുഡ് കഴിക്കുന്നു, അവരവരുടേതായ പ്ലേസസിൽ പോകുന്നു, നിൽക്കുന്നു. എന്നിട്ട്
ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീണ്ടും അറിയുന്നത് ഇനിയും ആനകളുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ അടുത്ത സെഷൻ ഓഫ് ആനകളെ കാണാനായിട്ടുള്ള നടത്തത്തിലാണ്. എന്നാൽ എത്ര നേരം വലിയ ആനകളെ കണ്ട നമുക്ക് കുറച്ച് കുഞ്ഞാനകളെ കാണാം. അങ്ങനെ നമ്മൾ വേറൊരു പ്ലേസിലാണ് കുഞ്ഞാനകൾ നിർത്തുന്നത്. അവിടെ പോയപ്പോൾ തന്നെ ആദ്യം കണ്ട 2 പേര് മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവരുവാണ്. കുഞ്ഞാനകളെ ബേസിക്കലി ഇവർ സെപ്പറേറ്റ്ലി ആണ് നിർത്തിയിട്ടുള്ളത്. കാരണം വലിയ ആനകളുടെ കൂടെ വിട്ടാൽ ഭയങ്കര കളിയും ബഹളവും ആയതുകൊണ്ട് ഇവർ സെപ്പറേറ്റ്ലി ഒരു ഏരിയയിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഇവിടെയും കുറേ പാപ്പാന്മാരുണ്ട്, കുറേ കുഞ്ഞാനകളുണ്ട്. ഇവൻ്റെ പേര് മനു എന്നാണ്. നമ്മൾ പോയത് തൊട്ട് ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അവൻ അവൻ്റെതായ പേഴ്സണൽ ഹാപ്പിനെസ് അവിടെ കാണുന്നുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവൻ ഞങ്ങളുടെ കൂടെ കളിക്കുന്നു, ഓലയെടുത്ത് എറിയുന്നു, അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഹാപ്പിനെസ്. കോട്ടൂർ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. സിറ്റിയുടെ തിരക്കിൽ നിന്ന് മാറി ഫാമിലി ആയിട്ടൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ്. എസ്പെഷ്യലി നിങ്ങൾക്ക് കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. നമ്മൾ ആക്ച്വലി കോട്ടൂർ പോകാനായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് രാവിലെ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. 7 മണിക്ക് നമ്മൾ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി വട്ടിയൂർക്കാവിലൊരു ഫുഡിങ് സ്പോട്ട് ഉണ്ടായിരുന്നു രാവിലെ. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് കറക്റ്റ് ഒരു 8-8:30 ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ആക്ടിവിറ്റീസൊക്കെ കാണാൻ പറ്റിയത്. നമ്മളൊരു 10-10:30 ഒക്കെ കഴിഞ്ഞെത്തുവാണെങ്കിൽ മോസ്റ്റ്ലി ഇത് മിസ്സാവും. സോ മാക്സിമം ഏർലി എത്താൻ നോക്കുക. 8:30ക്ക് മുന്നേ എത്തുവാണെങ്കിൽ നമുക്ക് ടിക്കറ്റ്സ് എടുത്തിട്ട് കയറാൻ പറ്റും. 4 ഇന്ത്യൻസ് പെർ ഹെഡ് വരുന്നത് 25 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അഡീഷണൽ ബോട്ടിംഗ് ഒക്കെ എടുക്കുവാണെങ്കിൽ അതിന് അഡീഷണൽ പേയ്മെൻറ്റ് ഏത് കൈൻഡ് ഓഫ് ബോട്ടിംഗ് ആണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അവിടെ പേ ചെയ്യേണ്ടി വരും. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് നമുക്കൊരു സർപ്രൈസായിട്ട് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറെ കാണാൻ പറ്റിയ കേരളത്തിലെ ഓൾഡസ്റ്റ് ലിവിങ് എലിഫൻറ്റ് കോന്നി സോമൻ. പുള്ളിക്കാരൻ ഐസൊലേറ്റഡ് ആണ്, സെപ്പറേറ്റഡ് ആയിട്ടാണ് നിർത്തിയേക്കുന്നത് ഡ്യൂ ടു ഏജ് റിലേറ്റഡ് ഇഷ്യൂസ്. ദൂരേന്ന് നമുക്ക് ആ ടസ്ക് വെച്ച് ആളെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ എ ഡേ വെൽ സ്പെൻഡഡ് എന്ന് പറയാൻ പറ്റും. കുറേ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ഇറങ്ങിയുകൊണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് നിയർ ബൈ സ്പോട്ടിലോട്ട് പോയി ശംഭു ശങ്കരൻ. അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തി. സോ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.